പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജാനുവരി മാസം 21-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവരുടെയും ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്നുള്ളത്. എന്നാൽ ഇന്ന് ഞാനിതുകളും വായിച്ചു കേട്ട വാക്യത്തിനകത്ത് വ്യക്തമായി നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചന സന്ദേശമാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ കർത്താവ് വീരനാം ദൈവമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നും അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിക്കാൻ പ്രിയരെ, ദൈവം ഇന്നും പ്രവർത്തിക്കാൻ ശക്തനാണ്. മീഖ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നീ മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെട്ട കാലത്തെ പോലെ ഞാൻ അവനെ അത്ഭുതങ്ങളെ കാണിക്കും. പ്രിയരെ, ഈ വചനം കൂടെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ ഓരോ രോഗത്തിലും സ്പെഷ്യലായിട്ടുള്ള ഡോക്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. ഗവൺമെന്റിൽ നിന്ന് ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അതാത് വിഭാഗങ്ങളിലെ ഓഫീസുകളുണ്ട്. അവിടെ ചെന്നാൽ മാത്രമേ അതെനിക്ക് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. എന്നാൽ ഞാനും നിങ്ങളും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമമാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പരിഹരിക്കുന്ന ഒരു അത്ഭുത മന്ത്രിയുണ്ട്. നമുക്ക് വിശ്വസിക്കാമെങ്കിൽ യേശുവിൻ്റെ പാദപീഠത്തിലോട്ട് നമുക്കൊന്ന് ആശ്രയിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും സാധിപ്പിക്കുന്ന ദൈവം. നിങ്ങൾ ഇന്ന് വഴിയടഞ്ഞവരെ പോലെയാണോ നിൽക്കുന്നത്? നിങ്ങൾ നോക്കിയേ, ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തിലേക്ക് മോശ മുഖാന്തരം വിളിച്ചിറക്കിയിട്ട് 3-ാമത്തെ ദിവസം ചെങ്കടലിന് മുമ്പിൽ ചെന്ന് വഴിയില്ലെന്ന് പറയുന്നവനല്ല. അവർക്ക് വേണ്ടി അന്ന് രാത്രിയിൽ ലോകം കാണാത്ത ഒരു അത്ഭുത വഴി ചെങ്കടലിന്റെ നടുവിൽ എൻ്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമെങ്കിൽ ഇതേപോലെ ഒരു അത്ഭുത വഴി എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. അതേപോലെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് സിംഹത്തിന്റെ ആഹാരമാക്കാൻ പോവുകയല്ല എൻ്റെ കർത്താവ്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സിംഹങ്ങളുടെ നടുവിൽ വലിയൊരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. സിംഹത്തിന്റെ വായടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ദൈവം ഉയർത്താൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്ത കർത്താവ്, തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. 1 പത്രോസ് 2-ാം അധ്യായം
അതിൻ്റെ 9-ാമത്തെ വാക്യം കൂടെ ഒരുമിച്ച്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. പ്രിയരെ, ഈ വാക്യം കൂടെ വായിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം പൂർണ്ണമായി വിശ്വസിക്കാം. നാം അന്ധകാരത്തിൽ തുടരുകയല്ല, നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം അവൻ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധ ജാതിയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. വിശ്വസിക്കാമെങ്കിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറയുന്നിടത്ത് അത്ഭുതമന്ത്രി ഒരു വഴി തുറക്കാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങ് അത്ഭുതമന്ത്രിയാണ്. ഞങ്ങളുടെ വഴി തീർന്നു എന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ ഇതാ പുതിയത് തുടങ്ങുന്ന പുത്തൻ ആരംഭങ്ങളെ തരുന്ന വലിയവനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് കർത്താവേ, ഇന്നൊരു അത്ഭുതത്തിൻ്റെ ദിവസമാക്കണമേ. ഇന്നൊരു വലിയ ദൈവപ്രവൃത്തിയുടെ ദിവസമാക്കണമേ. എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും ഒരു വലിയ അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഈ നമ്പറിലേക്ക് വേഗത്തിൽ വിളിക്കണം. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.